ഞാൻ 10ാം ക്ലാസ് റിസൾട്ട് എന്തിടാ പരീക്ഷാഫലം വന്നല്ലോ. നീ അറിഞ്ഞെന്തേലും? നീ എന്തിട്ടാ പറഞ്ഞേ? പരീക്ഷ ഫലോ മോനെ റിസൾട്ട് അവിടെ എനിക്ക് ആ റിസൾട്ട് എന്നുള്ള വേൾഡ് വരുത്തില്ല പറയാം. ഈ പരീക്ഷാഫലം എന്നേ പറയാത്തുള്ള. ഞാൻ മലയാളം മീഡിയം ആയിരുന്നു, ഇംഗ്ലീഷ് മീഡിയം അല്ല. അതുകൊണ്ട് 10ാം ക്ലാസ്സുകാരുടെ പരീക്ഷ ഫലം വന്ന് മുച്ചാണ് നിന്റെ ഇനിയും 10ലല്ലായിരുന്നു. ഇനി അടുത്ത നമ്മുടെയാണ്. നമ്മളിനി എന്തോ ചെയ്യും? ശരിയാടാ, ഓർത്തിട്ട് പേടി വരുന്നു. എനിക്ക് തോന്നുന്നില്ല ജയിക്കുന്നു. നിനക്കെന്തെങ്കിലും പ്രതീക്ഷ ഉണ്ടോ? നീ എന്ത് വർത്താനാണ് പറയുന്നത്? ഞാൻ നിന്റെ അടുത്തല്ലേ ഇരുന്നത്. അപ്പൊ എനിക്കും പോയില്ലേ വിഷയങ്ങള്? എനിക്ക് എന്തോ Z+. നാട് വിടണോ കയറെടുക്കണോ? ഇതിലും തോറ്റു പോകാന്നല്ലോ. ഏതെടുക്കണോന്ന് കൺഫ്യൂഷൻ ആടാ. നീ ജയിക്കാൻ വല്ല മാർഗമുണ്ടോ? എനിക്കവനെ ഓർത്തിട്ട് പേടിയും വരുന്നു. കടപ്പുറം ഇളകും വീടറിഞ്ഞ. എന്തുവാടാ നീ പറഞ്ഞേ? അതല്ലടാ, വീട്ടിലറിഞ്ഞ കടലിളകുന്ന ഞാൻ ഉദ്ദേശിച്ചത് കേട്ട്. ഓ അങ്ങനെ. വീട്ടിലറിഞ്ഞ കടൽ ഇളകാത്തൊരു ഐറ്റം ഉണ്ട്. എന്താ സീനെ? നീ ഒന്ന് ഉറക്കപ്പറ. എൻ്റെ അനിയൻ 10ാം ക്ലാസ്സിലല്ലേ എന്നതാ. അവൻ ഒന്നും എഴുതില്ലെന്നാണ് അവൻ പറഞ്ഞത്. പക്ഷെ അവൻ ഒരു സാമിയെ പോയി കണ്ട്. ആ സാമി എന്തോ തകിടൊക്കെ പൂയിച്ചു കൊടുത്തെന്ന് പറഞ്ഞു. അത് കിട്ടിക്കഴിഞ്ഞിട്ട് അവൻ മൊത്തം C+ ആയിട്ട് അവൻ ജയിച്ചു. അതേതാണ് ആ സാമി? ഏത് തോറ്റവനെ ജയിപ്പിക്കുന്ന സാമി. ചുട്ട ഓഴെ വരെ പറപ്പിക്കുന്ന സാമിയാണ്. ദ വൺ ആൻഡ് ഓൺലി കില്ലാടി റബ്ബർ മൂഡ് സാമി. ഏത് മൂട്? റബ്ബർ മൂഡ്. ഒരു കാര്യമുണ്ട്, ഞാൻ വരത്തില്ല. നീ ഒറ്റയ്ക്ക് നോക്കണം. വഴിയൊക്കെ ഞാൻ പറഞ്ഞുതരാം. എന്താ റജി, നിനക്ക് വരണ്ടേ? കാര്യങ്ങളൊക്കെ കൊണ്ട് ടമാർ പടർന്നെടുക്കണ്ടേ? ഇല്ലടാ, എനിക്ക് വേറൊരു പരിപാടി ഉണ്ടോ. കഷ്ടണ്ടാ, ഒന്ന് പാടാ. ഞാൻ ഒറ്റയ്ക്ക് പോസ്റ്റാണെന്നേ. നീ പോയാ പറ്റത്തില്ല, നീ പോട്ടോ. ശരിയുടെ എന്നാ പോവാണ് കേട്ടു. നമ്മള് വരില്ല കേട്ടു. ഈ റബ്ബർ മൂട് സ്വാമി ഏത് റബ്ബറിലിരിക്കുന്നേ? ഇവിടെ മൊത്തം റബ്ബറാണല്ലോ ഭഗവാന്. ആ സ്വാമി നിങ്ങളെയാണ് നമ്മൾ തപ്പി നടന്നത് കേട്ടു. നിങ്ങക്ക് ഈ പട്ടിക്കട കിട്ടുള്ളൂ സ്വാമി. ഇറങ്ങാനും പറ്റാത്തില്ല. എന്നിട്ട് സ്വാമി ഇത് റിസൾട്ട് വരാറായി അല്ലേ? ഓ അതേ സ്വാമി, നാം എല്ലാം കാണുന്നുണ്ട്. റബ്ബർ മുട്ട് സ്വാമി കിടുക്കി പൊളിച്ചു കേട്ടോ. ഞാൻ വീണ്ടും ഇവിടെ കുഞ്ഞുകളിക്കായിരിക്കാന്ന് വിചാരിച്ചേ. ഞാൻ എല്ലാം അറിയുന്നുണ്ട് കേട്ടോ. സ്വാമി, ഞാൻ വന്ന കാര്യമുണ്ടല്ലോ. അയിനോ, എനിക്കറിയല്ല. ഇവിടെ മാറിക്കാം. മതിയോ സ്വാമി? നക്ഷത്രം അങ്ങോട്ട് പറയാ. നക്ഷത്രം നമ്മൾ പറയുമല്ലോ. നമ്മൾ ക്രിസ്മസിന് വാങ്ങിക്കടേന്ന് തൂക്കല്ലേ സ്വാമി ബ്രോ. ക്രിസ്മസിന് കെട്ടി തൂക്കണം നക്ഷത്രത്തിന്റെ കാര്യമല്ല ഞാൻ പറഞ്ഞത്. നിന്റെ നന്മ നക്ഷത്രം പറയാൻ. മറ്റേ ജന്മ നക്ഷത്രമാണ് ബ്രോ ഉദ്ദേശിച്ചേ. നമ്മ ഭരണിയിലാണ് ജനിച്ചത് കേട്ടു. അതെന്താ ആശുപത്രി സ്ഥലമില്ലായിരുന്നു? ഇതല്ല സ്വാമി ബ്രോ, എന്റെ നാളാണ് പറഞ്ഞത്. ഭരണി. ഭരണി എന്ന് പറയുമ്പോ നീ ഇങ്ങനെ ഉരുണ്ടിരിക്കും, തറ വീണ പൊട്ടിപ്പോകും സ്വാമി. എടാ, നിന്നോട് ആ ഭരണിയുടെ കാര്യമല്ല പറഞ്ഞത്. നിന്റെ നാള് ഭരണിയുടെ കാര്യമാണ് പറഞ്ഞത്. നിന്റെ കാര്യം എന്തെങ്കിലും നോക്കണം. അന്ന് അവിടെ മിണ്ടാതിരി. നോക്കട്ടെ. കുഴപ്പമാണല്ലോ ഈ ഭരണി എന്ന് പറയുമ്പോ. ഭരണിയിൽ അച്ചാറിടാം, പിന്നെ ശർക്കര വെക്കാം, പിന്നെ എന്തൊക്കെയോ ഉണ്ട് കേട്ടു. കാറ്റുകാരെ ഉണ്ടാക്കാം, കോട കലക്കി വെക്കാം. നീ പൊക്കം നിന്നെ കൊക്കക്കുരുക്ക് എറിഞ്ഞാൽ നിന്നെ കൊല്ലും ഞാൻ. നിനക്ക് ജയിക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ മയ്യാക്കണം ഇരുന്നു. ഞാനിവിടെ വന്നത് ആ ഭസ്മത്തിന് വേണ്ടിയാണ് കേട്ടു. നിങ്ങൾ കുറച്ച് ഭസ്മം തന്നാ ഞാനങ്ങ് പൊക്കോളാം. അറിയില്ലേ? തെക്കോട്ടുള്ള സ്വാമി വടക്കോട്ട് പോകും, വടക്കോട്ടുള്ള സ്വാമി തെക്കോട്ട് പോകും. ചെറുക്കനെ നമ്മളെ ഇവിടെ പരീക്ഷ എഴുതി പാസ്സാകാൻ വന്ന് നിൽക്കുക. ചെറുക്കനെ എങ്ങനെയാലും ജയിപ്പിച്ചു കൊടുക്കണം. ഭസ്മം കൊണ്ടുപോകാൻ റബ്ബർ മൂട് സ്വാമി. ഇരിക്ക. ഇതിൽ ഭസ്മം ഉണ്ടെങ്കിൽ നീ ജയിച്ചു എന്ന് അർത്ഥം. ഇതിൽ ഭസ്മം ഇല്ലെങ്കിൽ എന്നെ കൊണ്ട് പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇത് നീ മിണ്ടാതെ ഉരിയാടാതെ വീട്ടിൽ പോയി സ്നാനനിഷ്ഠനായി തുറന്നു നോക്കുക. അപ്പോൾ നിനക്കറിയാം നീ ജയിക്കുമോ നോക്കുമെന്ന്. പൊക്കോ. ഹരഹര മഹാ റബ്ബർ മൂട്. പോയിട്ട് എന്താടാ നീ കണ്ടോ സ്വാമിയെ? ആടെ നമ്മള് കണ്ടായിരുന്നു സ്വാമിയെ കേട്ടു. അദ്ദേഹം ഒരു കുറിപ്പ് തന്നു. ഇതില്ലാണ്ട് ചന്ദനം ഉണ്ടെന്നാണ് പറയണത് കേട്ടു.
കാണിച്ചാടാ, ഞങ്ങൾക്ക് കിട്ടിയത് തന്നെ നോക്കട്ടെ ഒന്ന്. കാണിച്ചേ. സ്വാമി പറഞ്ഞായിരുന്നു കേട്ടോ മിണ്ടരുതെന്ന്. ഞാൻ പിന്നെ നീ ആയോണ്ട് മാത്രമേ മിണ്ടിയുള്ളൂ. ഇതിന്റെ ഫലം പോകും തുറന്നു കഴിഞ്ഞാ. ഞാൻ എന്നാ വീട്ടിൽ പോയി കുളിക്കട്ടെ. അതൊന്നും സാധ്യതയില്ലടാ, നമുക്ക് തുറന്നു നോക്കാം. എനിക്ക് കിട്ടി ചന്ദ്രൻ തന്നെയാണോ? അത് വേണ്ട കേട്ടോ, ചിലപ്പോ തുറന്ന ഇതിന്റെ ഫലം പോയാലോ. നോക്കിയാലോ. നീ ആയോണ്ട് തുറന്ന് നോക്കാം. ഏത് കളറാണെന്ന് എനിക്ക് ഒരു കൺഫ്യൂഷൻ. ഞാൻ ആദ്യം നോക്കാം. എനിക്കല്ലേ കിട്ടിയത്. പോലെയാടിക്ക മകന്റെ മകനെ അവൻ കാണിച്ചു വെച്ചത് കണ്ടോ? നീ നോക്ക്.